കാറ്റായി മാറി മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഏറെ പ്രതീക്ഷയോടെ പുതിയൊരു പ്രഭാതത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ പ്രഭാതത്തിൽ ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രേക്ഷകരെയും ഈ പ്രഭാത വിരുന്നിൻ ശുശ്രൂഷയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ പ്രഭാത വിരുന്നിൻ ശുശ്രൂഷയുടെ പ്രത്യേക മധ്യസ്ഥയായ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ നമുക്ക് തേടാം. നമ്മുടെ വാക്കുകളിലും പ്രവർത്തനങ്ങളിലുമെല്ലാം നമ്മുടെ ജീവിതത്തിലാകെ നമ്മെ വഴി നടത്തുകയും നമുക്ക് മാതൃകയായിരിക്കുകയും ചെയ്തിരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷ ആരംഭിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നവർ ഞങ്ങളുടെ തെറ്റി ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞു പറയുമേ, സുസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ വീഴ്ചയുള്ളമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഇന്ന് ഈ ശുശ്രൂഷയിൽ പ്രത്യേകമായിട്ട് നമുക്ക് നമ്മുടെ കുടുംബങ്ങളെ കർത്താവിൻ്റെ തിരക്കഴങ്ങളിലേക്ക് സമർപ്പിക്കാം. നമുക്കറിയാം, ഗാർഹിക സഭയാണ് ഓരോ കുടുംബവും. ആ കുടുംബങ്ങളുടെ വിശുദ്ധീകരണമാണ് സഭയുടെ വിശുദ്ധീകരണം. നമ്മുടെ ഓരോ കുടുംബങ്ങളും വിശുദ്ധിയുടെ കളിത്തൊട്ടുകളായി തീരുവാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നസ്രത്തിലെ തിരുക്കുടുംബം പോലെ നമ്മുടെ ഓരോ കുടുംബങ്ങളും വിശുദ്ധിയിലും നന്മയിലും സ്നേഹത്തിലും പരസ്പര ഐക്യത്തിലും ദൈവാശ്രയബോധത്തിലും വളർന്നു വരുവാൻ നമ്മുടെ തമ്പുരാൻ ഇടയാകട്ടെ. കൊറോണ വൈറസിൻ്റെ ഭീതിയിലും അസ്വസ്ഥതയിലും നമുക്ക് കഴിഞ്ഞുകൂടുന്ന എല്ലാ മക്കളെയും പ്രത്യേകമായിട്ട് താൻ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഈ രോഗം നമ്മുടെ സമൂഹത്തിൽ നിന്ന് ലോകത്തിൽ നിന്ന് തന്നെ എത്രയും വേഗം മാറിപ്പോകുന്നതിന് വേണ്ടി കർത്താവിൻ്റെ ശക്തമായ ഇടപെടൽ ഉണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് ഈ നിമിഷം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മൾ ഓരോരുത്തരും നിറയുന്നതിനും ആത്മാവിൻ്റെ ശക്തിയാൽ നമ്മുടെ ഹൃദയങ്ങളും മനസ്സും തുറക്കുന്നതിനും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ആത്മാവാണ് നമ്മളെ ഓരോരുത്തരെയും നയിക്കുന്നത്. ആത്മാവിൻ്റെ ആ ശക്തി, ആത്മാവിൻ്റെ അഭിഷേകം, ആത്മാവിൻ്റെ സാന്നിധ്യം നമ്മുടെ ഓരോ കുടുംബങ്ങളിലും വ്യക്തി ജീവിതങ്ങളിലും ഒക്കെ ഉണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരായി ദൈവഹിതം എന്താണ് എന്ന് പ്രത്യേകമായി മനസ്സിലാക്കി ദൈവഹിതത്തിനനുസരിച്ച് ദൈവഹിതത്തോട് സഹകരിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ ക്രമീകരിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യം നമ്മളെ ഇങ്ങനെ ഓർപ്പിക്കുന്നു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവൻ്റെ പ്രകാശമുണ്ടായിരിക്കും. യേശു വ്യക്തമായിട്ട് തന്നെപ്പറ്റി തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ് ധൈര്യപൂർവ്വം, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. അതുപോലെ തന്നെ അവിടെ തുടർന്ന് പറയുന്നു, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല. നാം ഓരോരുത്തരും പ്രത്യേകമായിട്ട് പ്രകാശത്തിൽ ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. ഒരിക്കലും നമ്മളാരും അന്ധകാരത്തിൻ്റെ മക്കളായി തീരുവാൻ വിളിക്കപ്പെട്ടവരല്ല. വൈദ്യുതി എത്തിയിട്ടില്ലാത്തൊരു കുഗ്രാമത്തിൽ എല്ലാ ദിവസവും ആ ഗ്രാമത്തിലെ ചന്തയിൽ ആൾക്കാർ വൈകുന്നേരം വരും, സാധനങ്ങൾ വാങ്ങിക്കും. അവിടെയുള്ള ഒരു മെഴുകുതിരി കച്ചവടക്കാരനോട് തിരിച്ചു പോകുമ്പോൾ ഇരുട്ടിനെ അതിജീവിക്കുവാനായിട്ട് മെഴുകുതിരി മേടിച്ച് കത്തിച്ച്
പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോവുക പതിവായിരുന്നു. അനേക വർഷങ്ങൾ ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. എന്നാൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ, അനേക നാളുകൾ കഴിഞ്ഞപ്പോൾ, ഈ മെഴുകുതിരിക്കാരൻ്റെ അടുത്ത് നിന്ന് മെഴുകുതിരി മേടിക്കുന്ന ആൾക്കാരുടെ എണ്ണം സാവധാനം കുറഞ്ഞു വരുവാൻ തുടങ്ങി. ആദ്യമൊന്നും ഈ കച്ചവടക്കാരനെ ശ്രദ്ധിച്ചില്ല. എന്നാൽ പതിവായി മെഴുകുതിരി ചിലവാകാതെ വന്നപ്പോൾ എന്നും തൻ്റെ അടുത്ത് നിന്ന് മെഴുകുതിരി മേടിക്കുന്ന ഒരു വ്യക്തിയോട് അദ്ദേഹം ചോദിച്ചു, കച്ചവടക്കാരൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ മെഴുകുതിരി വാങ്ങിക്കാത്തത്? അതിന് ആ വ്യക്തി നൽകിയ മറുപടി ആ കച്ചവടക്കാരനെ അത്ഭുതപ്പെടുത്തി. ഞങ്ങൾ പതിവായി ഇങ്ങനെ ഇരുട്ടിൽ കൂടി നടന്ന് വൈദ്യുതി ഒന്നുമില്ലാത്ത ഈ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിൽ കൂടി നടന്ന് ഞങ്ങൾക്കതൊരു ശീലമായി. ഇപ്പം മെഴുകുതിരിയുടെ വെളിച്ചമില്ലാതെയും ഞങ്ങൾക്ക് മുമ്പോട്ട് പോകുവാനായിട്ട് പറ്റും. അതുകൊണ്ട് വെറുതെ എന്തിനാണ് മെഴുകുതിരിയുടെ കാശ് മുടക്കുന്നത്? നമ്മളെയൊക്കെ ഏറെ ചിന്തിപ്പിക്കേണ്ട ഒരു മറുപടിയാണിത്. അനേക നാൾ ഇരുട്ടിനെ സ്നേഹിച്ച് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഇരുട്ടിലൂടെ നടന്നു കഴിയുമ്പോൾ, നാം ആ ഇരുട്ടുമായിട്ട് അങ്ങ് അനുരഞ്ജനപ്പെടുകയാണ്, അങ്ങ് താതാമ്യപ്പെടുകയാണ്. പിന്നെ അവിടെ വെളിച്ചത്തിൻ്റെ കാര്യം ഇല്ലാതെ വരികയാണ്. നമ്മുടെയൊക്കെ ആധ്യാത്മിക ജീവിതത്തിലും നമ്മൾ വെളിച്ചത്തോട് ചേർന്ന് നടക്കുവാനായിട്ട് മടി കാണിച്ചാൽ, ഇരുട്ടിനെ സ്നേഹിച്ചു തുടങ്ങിയാൽ പലപ്പോഴും നമ്മൾ വെളിച്ചത്തെ വെറുക്കും. ആ വെളിച്ചമില്ലെങ്കിലും പ്രശ്നമില്ല എന്നൊരു ചിന്തയിലേക്ക് നമ്മൾ വരും. കർത്താവ് വ്യക്തമായിട്ട് പറയുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല. ഞാൻ പ്രകാശമാണ്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവന് സത്യത്തിൻ്റെ പ്രകാശമുണ്ടായിരിക്കും. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ഒന്ന് ചിന്തിക്കണം, ഞാൻ പ്രകാശത്തെയാണോ ഇരുട്ടിനെയാണോ കൂടുതലായിട്ട് ഇന്ന് സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ ആ താല്പര്യം കാണിക്കുന്നത് എന്ന്. ഇരുട്ടിലൂടെ നടന്ന് എനിക്കതൊരു തഴക്കമായി തീർന്നോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇരുട്ടിൽ നടക്കുന്നവരാണ് എങ്കിൽ പ്രകാശത്തിൻ്റെ വഴി തേടുവാനായിട്ട്, വെളിച്ചത്തിൻ്റെ വഴി തേടുവാനായിട്ട് തമ്പുരാൻ നമ്മോട് ആവശ്യപ്പെടുകയാണ്. നമ്മളൊക്കെ പ്രകാശത്തിൻ്റെ വഴി വിട്ട് ഇരുട്ടിൻ്റെ വഴി നടക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ആ ഇരുട്ടിൻ്റെ ഭാഗമായി തീർന്നാൽ അത് നമ്മൾ ജീവിതത്തിൽ ഒത്തിരി അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തും. ഇരുട്ടിനെ സ്നേഹിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഇരുട്ടിൽ പതുങ്ങിയിരിക്കുന്ന ഒത്തിരി അപകടങ്ങൾ നമ്മളെ തേടിയെത്തും. പിന്നീട് നമുക്ക് വെളിച്ചത്തോട് താല്പര്യമില്ലെന്നാവും. അതൊരു വലിയ അപകടാവസ്ഥയാണ്, പ്രത്യേകിച്ച് നമ്മുടെ ആധ്യാത്മിക തലത്തിൽ. അതുകൊണ്ട് ഇരുട്ടിനെ അകറ്റി നിർത്തുവാനും വെളിച്ചത്തെ സ്നേഹിക്കുവാനും നമുക്ക് സാധിക്കണം. ഇങ്ങനെ പ്രകാശത്തിൽ നകന്ന് ഇരുട്ടിനെ പ്രണയിച്ചു തുടങ്ങിയ ആൾക്കാരെ നോക്കി കർത്താവ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ദൈവം തമ്പുരാൻ തൻ്റെ പ്രവാചകനോട് നമ്മൾ പറയുന്നു, ദൈവത്തിൽ നിന്ന് അകലുവാൻ കാണിച്ചതിൻ്റെ 10 ഇരട്ടി തീഷ്ണതയോടെ തിരിച്ചു വന്ന് അവിടുത്തെ തേടുവിൻ. എന്തെന്നാൽ നിങ്ങളുടെ മേൽ ഈ അനർത്ഥങ്ങൾ വരുത്തിയവൻ തന്നെ നിങ്ങൾക്ക് നിത്യ ആനന്ദവും നൽകും. ബാറൂക്കിൻ്റെ പുസ്തകം 5-ാം അധ്യായം 28-29 വാക്കുകളിൽ കർത്താവ് നമ്മളെ ക്ഷണിക്കുകയാണ്, ഒരു തിരിച്ചു വരവിന് വേണ്ടി ക്ഷണിക്കുകയാണ്. നമ്മളൊക്കെ ആത്മാർത്ഥമായിട്ട് ചിന്തിച്ച് നമുക്കറിയാം, നമ്മളൊക്കെ ഒത്തിരി കാലമായിട്ട് ഇരുട്ടിനെ സ്നേഹിക്കുന്നവരാണ്. പ്രകാശത്തേക്കാൾ അധികമായിട്ട് അന്ധകാരത്തെ സ്നേഹിച്ചു പോയവരാണ്. ഇങ്ങനെയുള്ള നമ്മളോട് കർത്താവ് പറയുന്നു, നിങ്ങൾ മടങ്ങി വരിക. നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകലുവാൻ കാണിച്ചതിൻ്റെ 10 ഇരട്ടി തീഷ്ണതയോടെ തിരിച്ചു വന്ന് അവിടുത്തെ തേടുക. ഇരട്ടി തീഷ്ണതയോടെ തിരിച്ചു വന്ന് കർത്താവിനെ തേടുവാനാണ് വിജയം പറയുന്നത്. ദൈവത്തിൻ്റെ ഈ തിരുവചനത്തിന് ചെവി കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? പ്രകാശത്തെ സ്നേഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അതോ ഇന്നും ഇവിടെ ഈ ഇരുട്ടിൽ കഴിയുവാനാണോ ഞാൻ ആഗ്രഹിക്കുന്നത്? നിരാശയുടെ, പ്രത്യാശയില്ലായ്മയുടെ, സങ്കടത്തിൻ്റെ, ഇങ്ങനെയുള്ള ഇരുട്ടിൻ്റെ ആ ആധിപത്യങ്ങൾക്ക് അടിമപ്പെട്ട് കഴിയുവാനാണോ ഞാൻ ആഗ്രഹിക്കുന്നത്? നമുക്ക് ചിന്തിക്കുന്നു. കർത്താവിനോട് പറയുന്നു, എത്രയും വേഗം തിരിച്ചു വരിക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. നമ്മുടെ വഴികളെ ഒന്ന് പരിശോധിക്കുന്നതാണ്. ഈ അന്ധകാരത്തിലൂടെ നടന്നിട്ട് എനിക്കെന്തു നേട്ടമുണ്ടായി? ഞാൻ ഏതു വഴികളിലൂടെയൊക്കെയാണ് പോയത്? ഞാൻ നിശ്ചയിക്കപ്പെട്ട വഴികളിലൂടെയാണോ പോയത്? ഒരു നന്മയെങ്കിലും എൻ്റെ ജീവിതത്തിൽ ചെയ്യുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? ഈ അന്ധകാരവുമായിട്ട് കൂട്ടുകൂടിയതിൽ പിന്നെ എനിക്ക് എന്തെങ്കിലും നന്മ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചിന്തിക്കേണ്ട കാര്യമാണ്. പ്രകാശത്തിൽ നടക്കുന്നവന് മാത്രമേ നന്മയെ സ്നേഹിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇരുട്ടിൽ നടക്കുന്നവൻ എന്നും ഒളിച്ചു കളിക്കുവാനാണ് താല്പര്യം. വിലാപത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായം 25-ാം വാക്യത്തിൽ പറയുന്നു, കർത്താവിനെ തേടുന്നവർക്കും തന്നെ കാത്തിരിക്കുന്നവർക്കും അവിടുന്ന് നല്ലവനാണ്. നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന നല്ലവനായ കർത്താവിനെ ഉപേക്ഷിച്ച് ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ തേടിപ്പോകുന്നത് തീർച്ചയായിട്ടും മൗഢ്യമാണെന്ന് നമുക്കറിയാം. ആ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. തിന്മയാകുന്ന അന്ധകാരത്തിൻ്റെ പിടിയിൽ അകപ്പെട്ടു പോകാതിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, മക്കളെ നിങ്ങൾ തിരിച്ചു വരിക, തീഷ്ണതയോടെ തിരിച്ചു വരിക, ആഗ്രഹത്തോടെ തിരിച്ചു വരിക, നിങ്ങളെ ഞാൻ സ്വീകരിക്കും.
നമ്മൾക്ക് പലപ്പോഴും പ്രകാശത്തെ വിട്ട് അന്ധകാരത്തെ സ്നേഹിക്കുന്നത് താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടിയാണ്. നമ്മുടെയൊക്കെ സ്വഭാവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് പെട്ടെന്ന് മറുപടി കിട്ടുക, അല്ലെങ്കിൽ പെട്ടെന്നുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി ഏതു തരത്തിലുള്ള അന്ധകാരത്തോടും കോംപ്രമൈസ് ചെയ്യുവാൻ പലപ്പോഴും നമ്മൾ തയ്യാറായെന്ന് വരും. എന്നാൽ നമ്മുടെ തമ്പുരാൻ നമ്മളോട് പറയുന്നു, നിങ്ങൾ ഒരിക്കലും പ്രകാശത്തെ വിട്ടുപോകരുത്. താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടി അന്ധകാരത്തോട് കൂട്ടുപിടിക്കരുത്, അന്ധകാരത്തിൽ നടക്കരുത്. സ്ഥിരമായിട്ട് അന്ധകാരത്തിൽ നടന്നാൽ അന്ധകാരം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരും. ഈ തിരുവചനം ശ്രമിക്കുമ്പോൾ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി ഞാൻ അന്ധകാരത്തെ സ്നേഹിച്ചോ? പ്രകാശത്തേക്കാൾ കൂടുതലായിട്ട് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഞാൻ അന്ധകാരത്തെ സ്നേഹിച്ചിട്ടുണ്ടോ? അന്ധകാരത്തിൻ്റെ വഴികളിലൂടെ നടന്നിട്ടുണ്ടോ? കർത്താവ് നമ്മളോട് ഒരു കാര്യം കൂടി ചോദിക്കും, നിനക്ക് എന്തു പറ്റി? നിങ്ങൾക്ക് എന്തു പറ്റി? കർത്താവ് വചനത്തിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾക്ക് എന്തു പറ്റി എന്ന് കർത്താവ് ചോദിക്കുന്നുണ്ട്. സ്വർണം എങ്ങനെ മങ്ങിപ്പോയി, തങ്കത്തിന് എങ്ങനെ മാറ്റം വന്നു, വിശുദ്ധ മന്ദിരത്തിൻ്റെ കല്ലുകൾ വഴിവെക്കൽ ചിതറിക്കിടക്കുന്നു എന്ന് കർത്താവ് വിലപിക്കുന്നുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് കർത്താവ് ചോദിക്കുന്നുണ്ട്. കാരണം അവിടുന്ന് പറയുന്നു, ഈ വിലാപങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ പറയുന്നു, സിയോൻ്റെ അമൂല്യരായ മക്കളാണ് നിങ്ങൾ, തങ്ങളുടെ തൂക്കത്തിനൊപ്പം തങ്കത്തിൻ്റെ വിലയുള്ളവരാണ് നിങ്ങൾ. അങ്ങനെയുള്ള നിങ്ങൾ കുശവൻ്റെ കരവേലയായ മൺപാത്രങ്ങൾ പോലെ ഗണിക്കപ്പെട്ടത് എങ്ങനെ? വളരെ വ്യക്തമായിട്ട് കർത്താവിനോട് ചോദിക്കുക. നമ്മുടെ വിലയും നിലയും നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. കർത്താവ് വ്യക്തമായിട്ട് പറയും, നിങ്ങൾ അമൂല്യരായ മക്കളാണ്, സിയോൻ്റെ അമൂല്യരായ മക്കളാണ്, തങ്ങളുടെ തൂക്കത്തിനൊപ്പം തങ്കത്തിൻ്റെ വിലയുള്ളവരാണ്. അതുകൊണ്ട് നോക്കുക, ദൈവം നമ്മളെ എത്രമാത്രം കരുതലോടെ, എത്രമാത്രം സ്നേഹത്തോടെയാണ് കരുതിക്കൊണ്ട് പോകുന്നത്. നമ്മുടെ മൂല്യം, നമുക്ക് പലപ്പോഴും നമ്മുടെ മൂല്യം അറിയുവാനായിട്ട് പറ്റുന്നില്ല. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്, ദൈവമക്കളാണ്, ദൈവത്തിൻ്റെ സ്നേഹിതരാണ്. ആ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. നമ്മൾ താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടി അന്ധകാര ശക്തികളോട് കൂട്ടുകൂടേണ്ടവരല്ല. ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. കർത്താവ് വ്യക്തമാണ്, നിങ്ങളെങ്ങനെ കുശവൻ്റെ, ഇങ്ങനെ തങ്കത്തിൻ്റെ തൂക്കമുള്ള നിങ്ങളെങ്ങനെ കുശവൻ്റെ കരവേലയായ മൺപാത്രങ്ങൾ പോലെയായി, എവിടെയെങ്കിലും തട്ടിയാൽ അന്നേരം പൊട്ടുന്ന കുശവൻ്റെ മൺപാത്രങ്ങൾക്ക് തുല്യരായ മക്കളായി എങ്ങനെ മാറിയെന്ന് കർത്താവ് അത്ഭുതപ്പെടുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നമുക്ക് ചിന്തിച്ചറിയാം, നമ്മുടെയൊക്കെ സ്വാർത്ഥതയാണ്, നമ്മുടെയൊക്കെ തൻപോരുമയാണ്, നമ്മുടെയൊക്കെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പരക്കം പാച്ചിലാണ് നമുക്കിങ്ങനെ അബദ്ധങ്ങൾ പറ്റും. നമ്മൾ തങ്കത്തിൻ്റെ വിലയുള്ള നമ്മൾ കുശവൻ്റെ കരവേലയായ മൺചട്ടിയോട് തുല്യമായി തീർന്നത് നമ്മുടെയൊക്കെ വീഴ്ച കൊണ്ടാണ്. കർത്താവിൻ്റെ സ്വരത്തിന് ചെവി കൊടുക്കാത്തതുകൊണ്ടാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് പിന്മാറുവാനായിട്ട് കർത്താവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് ഇരുട്ടിൽ നടന്ന് ഇരുട്ടിൻ്റെ ഭാഗമായി തീരാൻ ശ്രമിക്കാതെ പ്രകാശത്തിൽ നടന്ന് പ്രകാശത്തിൻ്റെ ഭാഗമായി തീരുവാൻ, പ്രകാശമാകുന്ന യേശുവിൻ്റെ മക്കളായ അനുയായികളായി തീരുവാൻ, സ്നേഹിതരായി തീരുവാൻ, കൂട്ടുകാരായി തീരുവാൻ നമുക്ക് ഓരോരുത്തർക്കും പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ പ്രകാശം പകരുന്നവരായിരിക്കണം. നമ്മുടെ സമൂഹ ജീവിതത്തിൽ നമ്മൾ പ്രകാശം പരത്തുന്നവരായിരിക്കണം. നമ്മുടെ വ്യക്തിബന്ധങ്ങളിൽ നമ്മൾ പ്രകാശം കൊടുക്കുന്നവരായിരിക്കണം. നമ്മുടെ അന്ധകാരത്തിന് കാരണമായി തീരരുത്, അന്ധകാരത്തിൻ്റെ വക്താക്കളായി തീരരുത് എന്ന് തമ്പുരാൻ വീണ്ടും വീണ്ടും നമ്മൾ ആവശ്യപ്പെടുന്നു. കർത്താവ് പറയുന്നുണ്ട്, കണ്ണാണ് ശരീരത്തിന് വിളക്ക്, കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ കുറ്റമറ്റതായിരിക്കും. അപ്പം കാണേണ്ടവയെ കാണാനും കേൾക്കേണ്ടവയെ കേൾക്കാനും നന്മയെ തിരിച്ചറിഞ്ഞ് അതിനെ സ്വീകരിക്കുവാനും അതിനെ അനുഗമിക്കുവാനുള്ള പ്രത്യേക കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. തമ്പുരാൻ നമ്മുടെ കൂടെയുണ്ട്. ഒന്നിനെപ്പറ്റിയും ഭയപ്പെടേണ്ട കാര്യമില്ല. വീഴ്ചകൾ വന്നിട്ടുണ്ട് എങ്കിൽ കർത്താവെ വീണുപോയി എന്ന് മനസ്സിലാക്കി ഏറ്റുപറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് തിരിച്ചു വരുവാൻ, അന്ധകാരത്തേക്കാൾ അധികമായി പ്രകാശത്തെ സ്വീകരിക്കുവാനും പ്രകാശത്തോട് കൂട്ടുകൂടുവാനും പ്രകാശത്തിൻ്റെ മക്കളായി തീരുവാനും നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ തൃത്വ ദൈവമേ, ഞങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകമായിട്ട് നിങ്ങളുടെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ആ ത്രിത്വീയ കൂട്ടായ്മയിൽ ഞങ്ങളെ ഓരോരുത്തരെയും വളർത്തണമേ. ആ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിൽ ഞങ്ങളെ ഓരോരുത്തരെയും വളർത്തണമേ. നിത്യം പ്രകാശമായിരിക്കുന്ന ആ വിശുദ്ധ കൂട്ടായ്മയാൽ ഞങ്ങൾ നയിക്കപ്പെടട്ടെ. ഞങ്ങളുടെ ജീവിതങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം ദൈവഹിതത്തിന് അനുയോജ്യമായ രീതിയിലായിത്തീരുവാൻ ഇടയാകട്ടെ. ദൈവമാതാവേ, ഞങ്ങളെ ഓരോരുത്തരെയും അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു. അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണം ഞങ്ങൾക്ക് ഓരോരുത്തരുണ്ടാകണമേ. നസ്രത്തിലെ തിരുക്കുടുംബത്തിലെ കാവലായിരുന്നതുപോലെ
ഞങ്ങളുടെ കുടുംബങ്ങൾക്ക്, ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങൾക്കെല്ലാം നമുക്ക് കാവലും തുണയുമാകണമേ. നടക്കേണ്ട വഴിയും ഞങ്ങളെ പഠിപ്പിക്കണമേ. വിശുദ്ധ പിതാവെ, ഞങ്ങൾക്ക് ഓരോരുത്തരും കൊണ്ട് പ്രത്യേകമായിട്ട് മധ്യസ്ഥം വഹിക്കണമേ. നസ്രത്തിലെ തിരുകുടുംബത്തെ അങ്ങ് കാത്തുപരിപാലിച്ചതുപോലെ, അധ്വാനിച്ച് സ്നേഹിച്ച് വളർത്തിയതുപോലെ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളെയും ഒക്കെ നടക്കേണ്ട വഴി കാണിച്ചു തന്ന് ഞങ്ങളെ വഴി നടത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായിട്ട് ഞങ്ങളുടെ കവൽ മലഹാമരെ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങളിലും ഓരോ അപകടഘട്ടങ്ങളിലും ഞങ്ങളെ കൈപിടിച്ച് നടത്തണമെന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.
നമുക്ക് സഭയുടെ ആശീർവാദം സ്വീകരിക്കാം. മാർപ്പാപ്പായോടും കർദിനാളന്മാരോടും മെത്രാന്മാരോടും സന്യാസിനി സന്യാസ സമൂഹങ്ങളോടും ഇന്ന് ലോകത്ത് അർപ്പിക്കപ്പെടുന്ന സകല ദിവ്യയുടെ യോഗ്യതയോടും കൂടെ നിങ്ങളെ ഹൃദയപൂർവ്വം ഞാൻ ആശീർവദിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ടവരെ, മരിയം കൂടാരങ്ങളിലിരുന്ന് നമുക്ക് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും പ്രത്യേകം നമുക്ക് ഓർക്കാം. അവരുടെ പ്രാർത്ഥനകളോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ചും ഇടിവീൻ ഗുഡ്നസ് ടിവിക്കും അവരുടെ പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ ഇവിടെ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും വേണ്ടി, എല്ലാ സുവിശേഷ പ്രഘോഷണ പ്രവർത്തനങ്ങൾക്കും വേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഓരോരുത്തരെയും കർത്താവിൻ്റെ തിരക്കരങ്ങളിലേക്ക് പ്രത്യേകമായിട്ട് സമർപ്പിക്കാം. സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു സുപ്രഭാതം നിങ്ങൾക്ക് ഏവർക്കും സ്നേഹപൂർവ്വം ആശംസിച്ചുകൊള്ളുന്നു.